Hello everyone, Central Government Job Update എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഫ്കാറ്റ് എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്. എയർഫോഴ്സിന്റെ കീഴിൽ വരുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് അഫ്കാറ്റ്. എല്ലാ വർഷത്തിലും 2 തവണയാണ് വിളിക്കാറുള്ളത്. അതിൽ രണ്ടാമത്തെ തവണ വിളിച്ച നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അഫ്കാറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്പർ 1 ആയിട്ടുള്ള ക്ലാസ് ഫസ്റ്റ് ആയിട്ടുള്ള ഗസറ്റഡ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള റാങ്കിങ്ങിലേക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. നല്ലൊരു പോസ്റ്റാണ് അഫ്കാറ്റ് എന്ന് പറയുന്നത്. വളരെ ഏജ് ലിമിറ്റ് കുറവുള്ള ഒരു കാറ്റഗറി ഓഫ് എക്സാമിനേഷൻ കൂടെയാണ് അഫ്കാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു അഫ്കാറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 തവണയാണ് നടത്തുന്നത്. രണ്ടാമത്തെ തവണയുള്ള എക്സാമിനേഷനാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. 284 വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. 284 വാക്കൻസിയാണ്. ഫ്ലൈയിങ് ഓഫീസർ ആൻഡ് ഗ്രൗണ്ട് ഡ്യൂട്ടി പോസ്റ്റിലേക്കാണ് ഈ എപ്പോഴും ക്ഷണം വരുന്നത് കേട്ടോ. അതായത് ഫ്ലൈയിങ് ഓഫീസർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റും കാണും, ഗ്രൗണ്ട് ഡ്യൂട്ടികൾ ചെയ്യാനുള്ള ഒരു പോസ്റ്റുമാണ് തരാറുള്ളത് കേട്ടോ. അതിൽ ടെക്നിക്കൽക്കാർക്കും നോൺ ടെക്നിക്കൽക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളുക. എക്സാം ലെവൽ നാഷണൽ ആണ്, ഫ്രീക്വൻസി ട്വൈസ് എ ഇയർ ആണ്. ആപ്ലിക്കേഷൻ മോഡ് എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. പേയ്മെന്റ് അടച്ച് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നോട്ടിഫിക്കേഷൻ ഡേറ്റ് വന്നത് 27th ആണ്. ഓൺലൈൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ജൂൺ തൊട്ട് 1 ജൂലൈ വരെ, ജൂലൈ 1 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഏജ് ലിമിറ്റും എല്ലാം മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. എയർഫോഴ്സിന്റെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. മോഡ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് ഓൺലൈൻ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ തന്നെയാണ്. ബേസ് എക്സാമിനേഷൻ, റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ എക്സാം ആണ് വരുന്നത്. എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഈ എയർഫോഴ്സിന്റെ തന്നെ ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു 5 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ ബോർഡാണ് വരുന്നത്. അപ്പോൾ അത് കുറച്ച് ടഫാണ്. ആ ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം. നിങ്ങൾ റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് എന്താണ്, നിങ്ങളുടെ ഇന്റർവ്യൂ ടെസ്റ്റ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. കാരണം കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള, കുറച്ചൊന്ന് ഹാർഡായിട്ടുള്ള ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഇന്റർവ്യൂവിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഇപ്പോഴും തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, നേരിടുന്ന പോലെ നമ്മുടെ ഒരു ഫേസ് ചെയ്യുന്ന രീതിക്കാണ് അത് വരുന്നത് കേട്ടോ. ഇനി അത് ജോബ് ലൊക്കേഷൻ അക്രോസ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ എവിടെ വേണോ നിങ്ങൾക്ക് ജോലി കിട്ടാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. എക്സാം സെൻറ്റർ എന്തായാലും നമുക്ക് ട്രിവാൻഡ്രം, കൊച്ചി, അതുപോലെ തന്നെ കോഴിക്കോടും കാണും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ട്രിവാൻഡ്രം എന്തായാലും ഉറപ്പായിട്ടുണ്ട്, കൊച്ചി കോഴിക്കോടുമാണ്. പിന്നെ പറയുന്നത് സാലറി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, 56,000 നിന്ന് തുടങ്ങി 1,77,000 വരുന്ന സാലറിയാണ് വരുന്നത്. ഏകദേശം 1,50,000 പുറത്ത് സാലറി എന്തായാലും ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ ലഭിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഗസറ്റഡ് പോസ്റ്റ് ആണ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് കാണുന്നുണ്ടല്ലോ, ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 20 to 24. ഗ്രൗണ്ട് ഡ്യൂട്ടി ബ്രാഞ്ചസ്, അതായത് ടെക്നിക്കൽ അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഗ്രൗണ്ട് ഡ്യൂട്ടി ബ്രാഞ്ചാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് 20 to 26 വയസ്സ് വരെ. 20 to 26 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ കണ്ടല്ലോ, afcat.cdac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ളത്. അഫ്കാറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള afcat.cdac.in കയറിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത ഇവന്റ്സ് വന്നത് ഞാൻ പറഞ്ഞു, 2 ജൂണിനാണ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റ് 1 ജൂലൈ വരെയാണ് കേട്ടോ. 1 ജൂലൈ വരെ സമയമുണ്ട്. അഡ്മിറ്റ് കാർഡ് ഇതുവരെ റിലീസ് ആയിട്ടില്ല. എക്സാം ഡേറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, സെപ്റ്റംബറിലാണെന്ന് പറയുന്നുണ്ട്. ജൂലൈയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ ക്ലോസ് ആവും. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ എന്തായാലും എക്സാം നടത്തും. കാരണം ഇവർക്ക് ട്വൈസ് എ ഇയർ നടത്തുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തന്നെ അവർ നടത്തുന്ന ഒരു എക്സാമിനേഷനാണ് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എക്സാം ഡേറ്റ് സെപ്റ്റംബറിലാണ് വരുന്നത്. ഓക്കെ, അതൊന്ന് കാര്യം നിങ്ങളിപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം. 2026 ഇതിൻ്റെ കോഴ്സൊക്കെ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ നടക്കുന്നത് കേട്ടോ. 2026 വേണ്ടിയുള്ള ക്ഷണമാണ് ഇപ്പോഴേ കിട്ടുന്നത് നിങ്ങൾക്ക്. ഇനി അടുത്ത് നിങ്ങളുടെ ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൈയിങ് ബ്രാഞ്ച്, NCC സ്പെഷ്യൽ എൻട്രി അല്ലെങ്കിൽ അഫ്കാറ്റിൻ്റെ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് നിങ്ങൾ സെലക്റ്റഡ് ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ 20 to 24 വയസ്സിനിടയിലായിരിക്കണം നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഫ്ലൈയിങ് ബ്രാഞ്ച് ആണെങ്കിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്കാണെങ്കിൽ 20 to 26 വയസ്സെന്ന് എടുത്ത് പറയുന്നുണ്ട്. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് നിങ്ങൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, പക്ഷെ സ്വന്തമായിട്ട് എന്തുണ്ട്, ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പൈലറ്റ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 26 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ല, നോർമൽ ആയിട്ടുള്ള നമ്മുടെ ഗ്രൗണ്ട് ഡ്യൂട്ടി പോസ്റ്റുകൾ, അതായത് ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ 20 to 26 ആണ് മിനിമം പറയുന്നത്. 20 to 26 വയസ്സ് വരെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഏകദേശം 20 to 26 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. ഇനി ഏതൊക്കെയാണ് പോസ്റ്റുകൾ നോക്കാം. ഫ്ലൈയിങ് നിങ്ങൾ അത്ര പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, കാരണം ഇവിടെ വാക്കൻസീസ് മെന്നിന് 1 എണ്ണമാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. വാക്കൻസി വിമണിന് 2 എണ്ണമാണ് കേട്ടോ.
വിമണിന് 2ഉം അതുപോലെ തന്നെ മെന്നിന് 1 വാക്കൻസിയാണ് അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കുള്ളതാണ്. അതേസമയം നമ്മുടെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലും ഉണ്ട്, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലും ഉണ്ട്. ടെക്നിക്കൽ വിളിച്ചിട്ടുള്ളത് ഇപ്പം എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഏതൊക്കെയാണ്? ഇലക്ട്രോണിക്സ്, എൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ എം എന്ന് പറയുന്നത് മെക്കാനിക്കലുമാണ് കേട്ടോ. ഇലക്ട്രോണിക്സും മെക്കാനിക്കലിലേക്കും വേണ്ടിയാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഇപ്പോൾ എന്താ ഇലക്ട്രോണിക്സ് വിഭാഗക്കാർക്കും മെക്കാനിക്കലുകാർക്കുമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ എത്ര വേക്കൻസി ഉണ്ട്? ആണുങ്ങൾക്ക് 85 വേക്കൻസി ഇലക്ട്രോണിക്സിലുണ്ട്, 38 വേക്കൻസി എന്തിലും ഉണ്ട്, മെക്കാനിക്കലിലും ഉണ്ട് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഫീമെയിൽസിനാണെങ്കിൽ എന്താണ് 23 വേക്കൻസി ഇലക്ട്രോണിക്സിൽ, 10 വേക്കൻസി മെക്കാനിക്കലിലും ഉണ്ട്. ആ കാര്യം അവിടെ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നോൺ ടെക്നിക്കലാണ്. ഇത് ടെക്നിക്കൽ വിഭാഗക്കാർക്കൊക്കെയാണ്, ഇലക്ട്രോണിക്സും മെക്കാനിക്കലുകാർക്കുമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത് നോൺ ടെക്നിക്കൽ ആണെങ്കിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? WS ബ്രാഞ്ച് എന്ന് പറയുന്നത് വെപ്പൺ സിസ്റ്റം ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിലേക്ക് 19 വേക്കൻസി, അഡ്മിനിസ്ട്രേഷൻ ബ്രാഞ്ചിലേക്ക് 46 വേക്കൻസി, അക്കൗണ്ടൻസി ഇതിലേക്ക് 9 വേക്കൻസി, ലോജിസ്റ്റിക്സിലേക്ക് 11 വേക്കൻസി, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് 7 വേക്കൻസി, മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് 6 വേക്കൻസി. അങ്ങനെയാണ് 6 കാറ്റഗറി ആയിട്ടാണ് വേക്കൻസി തിരിച്ചിട്ടുള്ളത് കേട്ടോ. ഫീമെയിലിനും മെന്നിനും കൃത്യമായിട്ട് തന്നെ അവർ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടെ വച്ച് നോക്കിയിട്ട് ഇതിൽ ഏതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതിലേക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് പറയാം. പിന്നെ വരുന്നത് NCCയുടെ സ്പെഷ്യൽ എൻട്രി ഫ്ലൈയിങ് ബ്രാഞ്ചാണ്. അതിലേക്ക് എന്താണ് 10% സീറ്റ്സ് ആണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അഫ്കാറ്റിൽ എന്താണ് NCCയുടെ സ്പെഷ്യൽ എൻട്രി, NCC C സർട്ടിഫിക്കറ്റ് കിട്ടിയവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ഫ്ലൈയിങ് ബ്രാഞ്ചിന് എന്താണ് വേണ്ടതെന്നുള്ളൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഫ്ലൈയിങ് ബ്രാഞ്ചിന് മിനിമം 3 year ഡിഗ്രി വിത്ത് 60% മാർക്സ് ഓർ എ BE ഓർ BTech 4 year വിത്ത് 60%. 3 വർഷത്തിൻ്റെ ഡിഗ്രി വിത്ത് 60% മാർക്ക് അല്ലെങ്കിൽ എന്ത് വേണം നിങ്ങൾക്ക്, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech എഞ്ചിനീയറിംഗ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മിനിമം മാർക്ക് എന്ന് പറയുന്നത് 60%. 60%ത്തിൽ മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മാർക്ക് ഉണ്ടായിരിക്കണം. ടെക്നിക്കലിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിലേക്ക് മെക്കാനിക്കലുകാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 3 year ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി, 3 year ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എന്താണ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജിയിലുള്ളവർക്ക് എന്ത് ചെയ്യാം, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഈ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എല്ലാം നോൺ ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ് കേട്ടോ. നോൺ ടെക്നിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോൺ ടെക്നിക്കൽ അതിൽ അക്കൗണ്ട്സ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അക്കൗണ്ട്സിന്റെ വാക്കൻസി ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് വേണം, ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബികോം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, BBA ഫിനാൻസിൽ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ CA CMA CS CFA ഒക്കെ ക്വാളിഫൈ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ BSc വിത്ത് ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ. ഏകദേശം അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് അക്കൗണ്ട്സിലേക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ എന്ത് വേണം, പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതായിരിക്കണം, 60% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഗ്രാജുവേഷനിലൊക്കെ. ഇനി അടുത്ത മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എന്തുണ്ടായിരിക്കണം, ഫിസിക്സിൽ അല്ലെങ്കിൽ മാത്സിൽ BSc ഉണ്ടായിരിക്കണം. BSc ഏതിലായിരിക്കണം, ഫിസിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ വിത്ത് 60% മാർക്കാണ്. അല്ലെങ്കിൽ എന്ത് വേണം, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി, ഏതെങ്കിലും കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൃത്യമായി മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് വെപ്പൺ സിസ്റ്റത്തിനാണെങ്കിൽ ഗ്രാജുവേഷൻ ആണ് ചോദിക്കുന്നത് വിത്ത് മിനിമം 3 year ഡിഗ്രി കോഴ്സ്. ഗ്രാജുവേഷൻ വിത്ത് മിനിമം 3 year ഡിഗ്രി കോഴ്സ് ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും ഒരു ഡിഗ്രിയിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നാൽ മതി, ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നാൽ മതി. പിന്നെ എന്താണ്, അല്ലെങ്കിൽ BTech കഴിഞ്ഞവരായിരിക്കണം. ഏതെങ്കിലും ഒരു കോഴ്സിൽ BTech കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ ഈ LGS ലോജിസ്റ്റിക് പോസ്റ്റും അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റും എന്താണ്, ഏത് ഗ്രാജുവേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതായത് വെപ്പൺ സിസ്റ്റം, LGS ലോജിസ്റ്റിക് പോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് ഏത് ഗ്രാജുവേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. മറ്റതിനൊക്കെയാണ് സ്പെഷ്യലൈസേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നോക്കിക്കോളുക. ഇനി അടുത്ത് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ്, ഒന്ന് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് AFSB ആണ്. AFSB എന്ന് പറയുന്നത് എയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള
എന്താണ് ഇൻ്റർവ്യൂ ആണ്, സെലക്ഷൻ ബോർഡാണ്, ഇൻ്റർവ്യൂ ബോർഡാണ്. എയർഫോഴ്സ് സെലക്ഷൻ ബോർഡിനെയാണ് AFSB എന്ന് പറയുന്നത്. അവരായിരിക്കും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്ലസ് ഫിസിക്കൽ മെഡിക്കൽ എന്ന് പറഞ്ഞൊരു സംഭവമായിരിക്കും വരുന്നത്. ഫിസിക്കൽ മെഡിക്കൽ എന്ന് പറയുന്നതായിരിക്കും പിന്നെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇൻ്റർവ്യൂ ആണ്, ഒരു 5 തൊട്ട് 6 ദിവസം വരെ നീണ്ടിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് വരുന്നത്. അതിൽ കുറേ പേഴ്സണാലിറ്റി ടെസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അതിൽ ക്വാളിഫൈ ആവുന്നതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾ എൻ്റർ ആവുന്നത്. അപ്പോൾ അഫ്കാറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? ജനറൽ അവയർനെസ്, GK 25 ക്വസ്റ്റ്യൻ, നമ്മുടെ ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ, മാത്സ് 20 ക്വസ്റ്റ്യൻ, റീസണിങ് 30 ക്വസ്റ്റ്യൻ. റീസണിങ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളുമാണ്. റീസണിങ് ടൈപ്പ് ഓഫ് ലോജിക്കൽ തിങ്കിങ് ആണ് വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ്, GK, മാത്സ്, റീസണിങ് എല്ലാത്തിലും നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ്. ഇതെല്ലാം ഒരു ഡിഗ്രി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, ഡിഗ്രി +2 ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എത്രയാണ്? 3 മാർക്ക് വെച്ചിട്ടാണ്. അങ്ങനെയാണ് 75 മാർക്കാണ് ഒരു സബ്ജക്റ്റിന് വരുന്നത്. 75, അങ്ങനെ ടോട്ടൽ 300 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് നടത്തുന്നത് കേട്ടോ. 300 മാർക്കിന് 100 ക്വസ്റ്റ്യൻസ് 300 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് 300 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് അവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിൽ എന്ത് ചെയ്യുക? എങ്ങനെയും നല്ലൊരു മാർക്ക് മേടിക്കാനായിട്ട് നോക്കുക. എന്നാലേ അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്തായാലും ഉറപ്പായിട്ടും ഒരു 150 പ്ലസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, സ്കോർ ഉണ്ടായിരിക്കണം, എങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ? ക്വാളിഫൈ ആവത്തുള്ളൂ. പ്ലസ് ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇനി ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ് നോക്കുന്നതെങ്കിൽ ഒരു പേപ്പർ ടെക്നിക്കൽ ആയിരിക്കും കേട്ടോ. ഒരു പേപ്പർ ടെക്നിക്കൽ കാണും. 75 ക്വസ്റ്റ്യൻസ് അടങ്ങിയ, ഒരു 50 ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു പേപ്പറും കൂടെ അതിൻ്റെയും കൂടെ കാണും കേട്ടോ. ടെക്നിക്കൽ പേപ്പർ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കുമല്ലോ, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, അതിൻ്റെ ഏതെങ്കിലും ഒരു ട്രേഡും കൂടെ എന്ത് ചെയ്യും? ഇതിൻ്റെ ഒപ്പം കൂടി വരും കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കണം. ഇനി അടുത്ത കാറ്റഗറി ഫീസ്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഫീസ് ശ്രദ്ധിക്കുക. 550 പ്ലസ് GST ആണ്. എത്രയാണ്? 550 പ്ലസ് GST ആയിട്ടാണ് വരുന്നത്. അതായത് ഏകദേശം ഒരു 800 റുപ്പീസിനടുത്ത് എന്ത് വരും? നിങ്ങൾക്ക് ഫീസ് തന്നെ വരും കേട്ടോ. ഫീസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫീസാണ്. അപ്പോൾ അത് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങളിവിടെ സാലറി ശ്രദ്ധിച്ചറിയാം. ഒരു ഫ്ലൈയിങ് ഓഫീസറിൻ്റെ 10 ലെവലിലാണ്, ലെവൽ 10 നിന്നാണ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. 56,000 നിന്ന് തുടങ്ങി 1,77,000 വരെയാണ് ഫീസ് വരുന്നത്, നിങ്ങൾക്ക് സാലറി വരുന്നത്. അത് കഴിഞ്ഞ് ലെഫ്റ്റനൻറ്റിലേക്ക് മാറുമ്പോൾ വീണ്ടും എത്രയാണ്? മാറുകയാണ്. 6 ലക്ഷം ആ ഒരു രീതിയിലൊക്കെ മാറുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. 61,300 തൊട്ട് 1,09,000 ആ ഒരു രീതിക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങൾക്ക് 1 lakh പ്ലസ് സാലറി ഉറപ്പായിട്ടും എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ജോലിയിലൂടെ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. 1 lakh പ്ലസ് സാലറിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ഈ ലാസ്റ്റൊക്കെ വരുമ്പോൾ എയർഫോഴ്സ് മാർഷാളൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് 2 ലക്ഷം പ്ലസ് സാലറി വരെയാണ്. 2 ലക്ഷം പ്ലസ് സാലറി നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്ന ചാൻസുകളുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി പറയുന്നത്. മാത്രമല്ല അഫ്കാറ്റ് എഴുതി ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സാം എഴുതിയെടുക്കാൻ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്. അതിൽ നമ്മൾ ഈ ഒരു PDF പ്രൊവൈഡ് ചെയ്തേക്കും. ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.